ഫെഡ് റിസർവിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ ഇൻഫ്ലേഷൻ 0.4% മന്ത് ടു മന്ത് വർദ്ധിച്ച് 3.5% എത്തി. മാർച്ച് മാസത്തെ ഇൻഫ്ലേഷൻ ഡേറ്റയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. ഇൻഫ്ലേഷനിൽ ഇയർ ഓൺ ഇയറിലും മന്ത് ടു മന്തും വർധനവുണ്ടായിട്ടുണ്ട്. മാർക്കറ്റ് മന്ത് ടു മന്ത് 0.3% ഇൻഫ്ലേഷൻ വർദ്ധിക്കും എന്നായിരുന്നു പ്രഡിക്റ്റ് ചെയ്തത്. പക്ഷേ മാർക്കറ്റ് എസ്റ്റിമേഷനെ ബീറ്റ് ചെയ്തുകൊണ്ട് ഇൻഫ്ലേഷൻ 0.4% വർദ്ധിക്കുകയും മാർച്ച് മാസത്തെ ഇൻഫ്ലേഷൻ 3.5% എന്ന ലെവലിലേക്ക് എത്തുകയും ചെയ്തു. ഫെഡ് റിസർവിൻ്റെ സൈഡിൽ നിന്നും ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് ഉണ്ടായിട്ടില്ലെങ്കിലും പല അനലിസ്റ്റുകളും വിശ്വസിക്കുന്നത് ജൂൺ മാസത്തിൽ ഇൻഫ്ലേഷൻ ഉയർന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ജൂൺ മാസത്തിൽ നടക്കുന്ന ഫെഡിൻ്റെ മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിങ്ങിലും ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് നടപ്പിലാക്കാനുള്ള സാധ്യത മങ്ങിയതായിട്ടാണ്. ഇതോടൊപ്പം തന്നെ അമേരിക്കയുടെ ഇൻഫ്ലേഷൻ 2% എന്ന ടാർഗറ്റിലേക്ക് അത്ര പെട്ടെന്ന് എത്തില്ല എന്നുള്ളൊരു സൂചനയും പുറത്തു വന്നിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച പുറത്തു വന്ന എംപ്ലോയ്മെൻറ്റ് ഡേറ്റയിൽ അൺഎംപ്ലോയ്മെൻറ്റ് 3.9% നിന്നും 3.8% ഇടിയുകയും ചെയ്തു. ഇതോടൊപ്പം തന്നെ ഫെഡ് റിസർവ് പുറത്തുവിട്ട മീറ്റിംഗ് മിനിറ്റ്സിലും പറയുന്നത് 2% എന്ന ഇൻഫ്ലേഷൻ അത്ര പെട്ടെന്ന് അച്ചീവ് ചെയ്യാൻ സാധിക്കില്ല എന്നതാണ്. ഇതെല്ലാം മാർക്കറ്റ് പ്രതീക്ഷിച്ച ജൂൺ മാസത്തെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിൻ്റെ സാധ്യതകളെ മങ്ങിപ്പിക്കുന്നു. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ അമേരിക്കൻ മാർക്കറ്റിൽ റിയൽ എസ്റ്റേറ്റ് സെക്ടറിലായിരുന്നു ഏറ്റവും അധികം ഇടിവ് കാണാൻ സാധിച്ചത്. 4% ഇടിവ് റിയൽ എസ്റ്റേറ്റിൽ വന്നു. അതോടൊപ്പം തന്നെ ഇൻഫ്ലേഷനോടൊപ്പം കോർ ഇൻഫ്ലേഷനിലും ഫുഡ് ആൻഡ് എനർജിയിലെ ഇൻഫ്ലേഷനും ഉയർന്നിട്ടുണ്ട്. കോർ ഇൻഫ്ലേഷൻ 0.4% വർദ്ധിച്ച് 3.8% ഉയരുകയും ചെയ്തു. അമേരിക്കൻ മാർക്കറ്റിൽ ഇൻഫ്ലേഷൻ ഉയർന്നതിൻ്റെ പശ്ചാത്തലത്തിൽ 10 വർഷത്തെ ബോണ്ട് യീൽഡ് 2024 ഏറ്റവും ഉയർന്ന നിരക്കായ 4.5% എത്തി. 2 വർഷത്തിലെ ട്രഷറി യീൽഡ് 5% മുകളിലേക്ക് എത്തുകയും ചെയ്തു. ജൂൺ 12-ാം തീയതിയും 13-ാം തീയതിയുമാണ് ഫെഡ് റിസർവിൻ്റെ മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗ് വരിക. ഈ മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിങ്ങിലായിരിക്കും നമ്മൾക്ക് ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്കിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യുന്നതിനെക്കുറിച്ചോ ഉള്ള ഫൈനൽ ഡിസിഷൻ അറിയാൻ സാധിക്കുക. 5.25 മുതൽ 5.50% അടുത്തുള്ള ഇൻട്രസ്റ്റ് റേറ്റാണ് ഇപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇപ്പോൾ ഒട്ടുമിക്ക അനലിസ്റ്റുകളും വിശ്വസിക്കുന്നത് സെയിം ഇൻട്രസ്റ്റ് റേറ്റ് തുടർന്നു പോകാനുള്ള സാധ്യതയാണ്. ഇനി ടെക്നിക്കലി റേഞ്ച് ബൗണ്ട് ബ്രേക്കൗട്ട് വരാൻ സാധ്യതയുള്ള 2 സ്റ്റോക്കുകളിൽ വന്ന പോസിറ്റീവ് അപ്ഡേറ്റിലേക്ക് കടക്കാം. ഒന്നാമത്തെ സ്റ്റോക്ക് ക്യാംസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഏജ് മാനേജ്മെൻറ്റ് സർവീസ് ലിമിറ്റഡ്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ക്യാംസ് 2% ഉയർന്ന് 3057 ക്ലോസിംഗ് നൽകി. 15,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 46.5, ഡിവിഡൻഡ് യീൽഡ് 1.5%, 52 വീക്ക് ഹൈ 3242, 52 വീക്ക് ലോ 2026. ക്യാംസിന് ഓൺലൈൻ പേയ്മെൻറ്റ് അഗ്രിഗേറ്ററായി ഓപ്പറേറ്റ് ചെയ്യുന്നതിന് RBIയുടെ സൈഡിൽ നിന്നും അപ്രൂവൽ ലഭിച്ചു എന്നുള്ളതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പ്രധാന അപ്ഡേറ്റ്. ക്യാംസ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മ്യൂച്വൽ ഫണ്ട് രജിസ്ട്രാറായി പ്രവർത്തിക്കുന്ന കമ്പനിയാണ്. മ്യൂച്വൽ ഫണ്ട് രജിസ്ട്രാർ അതോടൊപ്പം തന്നെ മ്യൂച്വൽ ഫണ്ടുകൾ, ഇൻഷുറൻസ് കമ്പനി, NBFC കമ്പനി എന്നിവയുമായിട്ടുള്ള ഡിജിറ്റൽ ട്രാൻസാക്ഷന് വേണ്ടിയാണ് ക്യാംസ് പേ എന്ന കമ്പനി ഓൺലൈൻ അഗ്രിഗേറ്ററായിട്ട് പ്രവർത്തിക്കുന്നതിന് വേണ്ടി അപ്രൂവൽ ആവശ്യപ്പെട്ടത്. ഈ അപ്രൂവൽ RBIയുടെ സൈഡിൽ നിന്നും ക്യാംസിന് ലഭിക്കുകയും ചെയ്തു. ഏകദേശം 1.2 മില്യൺ UPI ഓട്ടോ പേ അപ്ഡേറ്റ് ക്യാംസ് അച്ചീവ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഈ ന്യൂസിൻ്റെ പശ്ചാത്തലത്തിൽ ക്യാംസ് എന്ന സ്റ്റോക്കിനെ നാളത്തെ ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കാവുന്നതാണ്. ക്യാംസ് എന്ന സ്റ്റോക്കിൽ ഒരു റേഞ്ച് ബൗണ്ട് ബ്രേക്കൗട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ്. കഴിഞ്ഞ 10 ആഴ്ചയായി സ്റ്റോക്ക് ഒരു പ്രത്യേക റേഞ്ചിനുള്ളിൽ കൺസോൾഡേറ്റ് ചെയ്യുന്നു. 2950 രൂപയുടെ സപ്പോർട്ടും 3150 റെസിസ്റ്റൻസുമാണ് സ്റ്റോക്കിനുള്ളത്. 3050 സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്യുകയും ചെയ്യുന്നു. ഇവിടെ നിന്നും ബ്രേക്കൗട്ട് വരികയാണെങ്കിൽ സ്റ്റോക്ക് 3200, 3500 തുടങ്ങിയ ലെവലുകളിലേക്ക് ഉയരാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ഡിസ്കൗണ്ട് ബ്രോക്കർ, ഡെപ്പോസിറ്ററി തുടങ്ങിയ സെക്ടറിലെ സ്റ്റോക്കുകൾ, അതായത് സ്റ്റോക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ട സ്റ്റോക്കുകളെല്ലാം ഡീസൻറ്റ് പെർഫോമൻസ് നടത്തുന്ന സാഹചര്യത്തിൽ ക്യാംസ് എന്ന സ്റ്റോക്കും ഡീസൻറ്റ് പെർഫോമൻസ് നടത്താനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത്തെ റേഞ്ച് ബൗണ്ട് ബ്രേക്കൗട്ടിന് വേണ്ടി നമ്മൾക്ക് പരിഗണിക്കാവുന്ന ഒരു സ്റ്റോക്ക് വരുൺ ബിവറേജ് ലിമിറ്റഡ് ആണ്. വരുൺ ബിവറേജ് ലിമിറ്റഡ് എന്ന സ്റ്റോക്കും ഒരു മാസമായി ഒരു പ്രത്യേക റേഞ്ചിനുള്ളിൽ കൺസോൾഡേറ്റ് ചെയ്യുന്നു. വരുൺ ബിവറേജ് ഒരു ഹൈ മൊമെൻറ്റം കാറ്റഗറിയിൽപ്പെട്ട സ്റ്റോക്കാണ്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് 0.5% ഇടിഞ്ഞ് 1427 ക്ലോസിംഗ് നൽകുകയും ചെയ്തു. 1.85 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 90.23, ഡിവിഡൻഡ് യീൽഡ് 0.18%, 52 വീക്ക് ഹൈ 1561, 52 വീക്ക് ലോ 687. വരുൺ ബിവറേജ് 6 മാസം കൊണ്ട് 55% റിട്ടേണും 1 വർഷം കൊണ്ട് 100% റിട്ടേണും നൽകി.
വരുൺ ബിവറേജ് 2 റിന്യൂവബിൾ എനർജി കമ്പനികളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി എന്നുള്ളതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പ്രധാന അപ്ഡേറ്റ്. വരുൺ ബിവറേജ് ഹോബൺ എനർജി 11 പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയിൽ 2.90 കോടി, അതായത് ഈ കമ്പനിയുടെ 14% സ്റ്റേക്ക് അക്വയർ ചെയ്ത് 2.90 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റും അസ്പിരേറ്റീവ് ക്രിയേറ്റീവ് വെഞ്ചർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയിൽ 2.24 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റുമാണ് നടത്തിയിരിക്കുന്നത്. ഉത്തർപ്രദേശിലുള്ള കൺസ്യൂമേഴ്സിന് സോളാർ പവർ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ വഴിയുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ് വരുൺ ബിവറേജ് ലിമിറ്റഡ് എന്ന കമ്പനി നടത്തിയിരിക്കുന്നത്. ഈ ന്യൂസിൻ്റെ പശ്ചാത്തലത്തിൽ നാളത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്കിൽ ശ്രദ്ധിക്കാവുന്നതാണ്. അസ്പിരേറ്റീവ് ക്രിയേറ്റീവ് വെഞ്ചർ ലിമിറ്റഡ്, ഹൗബൻ എനർജി തുടങ്ങിയ 2 കമ്പനികളും ഗ്രീൻ എനർജി പ്രൊജക്റ്റുകൾ ഡെവലപ്പ് ചെയ്യുന്ന കമ്പനിയാണ്. ഈ 2 കമ്പനികളും 2020 ശേഷം ലിസ്റ്റഡ് ആയ അല്ലെങ്കിൽ 2020 ശേഷം ഇൻകോർപ്പറേറ്റ് ആയ കമ്പനികളാണ്. വരുൺ ബിവറേജ് എന്ന കമ്പനി ബിവറേജ് സെഗ്മെൻറ്റിലെ ഒരു പ്രധാന കമ്പനിയാണ്. പെപ്സിക്കോയുടെ ഫ്രാഞ്ചൈസി ഓപ്പറേറ്ററാണ്. അതുകൂടാതെ കമ്പനി തന്നെ കാർബണേറ്റഡ് സോഫ്റ്റ് ഡ്രിങ്കുകളും നോൺ കാർബണേറ്റഡ് ബിവറേജസുകളും മാർക്കറ്റിലെത്തിക്കുന്നു. വരുൺ ബിവറേജ് എന്ന സ്റ്റോക്കും കഴിഞ്ഞ 8 ആഴ്ചയായി ഒരു പ്രത്യേക റേഞ്ചിനുള്ളിൽ കൺസോൾഡേറ്റ് ചെയ്യുന്നു. 1400 രൂപയുടെ സപ്പോർട്ടും 1525 രൂപയുടെ റെസിസ്റ്റൻസുമാണ് സ്റ്റോക്കിനുള്ളത്. 1525 എന്ന റെസിസ്റ്റൻസ് മറികടക്കുകയാണെങ്കിൽ ബ്രേക്കൗട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. സ്റ്റോക്കിൻ്റെ ട്രെൻഡ് നോക്കുകയാണെങ്കിലും ആദ്യം റാലിക്ക് ശേഷം കൺസോൾഡേഷൻ, വീണ്ടും അവിടെ നിന്നൊരു റേഞ്ച് ബൗണ്ട് ബ്രേക്കൗട്ട്, ഈ രീതിയിലുള്ള ട്രെൻഡാണ് സ്റ്റോക്ക് ഫോളോ ചെയ്യുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്